എല്ലാവർക്കും നമസ്കാരം. യൂണിവേഴ്സിറ്റിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, കുസാറ്റ് തുടങ്ങിയ യൂണിവേഴ്സിറ്റിയിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റിയിലും ഏതൊക്കെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് നോക്കാം. MG യൂണിവേഴ്സിറ്റിയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ആ തസ്തികയിലേക്ക് മാർച്ച് 6 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. ബയോഡാറ്റ റിക്രൂട്ട്മെന്റ് ADA7@mgu.ac.in എന്ന ഇമെയിൽ ഐ ഡിയിലേക്കാണ് ബയോഡാറ്റ അയച്ചു കൊടുക്കേണ്ടത്. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്. 17,000 രൂപയാണ് സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. യോഗ്യത MSc അല്ലെങ്കിൽ MTech ഉള്ളവർക്ക്, UGC അല്ലെങ്കിൽ JRF ഒക്കെ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 35 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. അപേക്ഷ റിക്രൂട്ട്മെന്റ് ADA7@mgu.ac.in ഇമെയിൽ ഐ ഡിയിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. മാർച്ച് 4 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് കേരള യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഡേറ്റ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് 3 വേക്കൻസി ഉണ്ട്. മാർച്ച് 20 വരെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. യോഗ്യത സ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ 2nd ക്ലാസ് ബിരുദം, 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. മാർച്ച് 20 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. www.keralauniversity.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് ക്യൂസാറ്റിലേക്കാണ്. ഗ്രാഫിക് ഡിസൈനർ 1 വേക്കൻസി, പ്രോഗ്രാം എഞ്ചിനീയർ 1 വേക്കൻസി, സൗണ്ട് എഞ്ചിനീയർ 1 വേക്കൻസി. കരാർ നിയമനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 18 മുതൽ 36 വയസ്സിലാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. മാർച്ച് 21 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 4 വരെ നമുക്ക് അതിൻ്റെ ഹാർഡ് കോപ്പി അയച്ചു കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുസാറ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് http://recruit.cusat.ac.in എന്ന വെബ്സൈറ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യുക. ഡീറ്റെയിൽ നോട്ടിഫിക്കേഷനൊക്കെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് വായിച്ച് നോക്കിയതിനു ശേഷം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്